ആകാശവും ഭൂമിയും അവയുള്ള സകലത്തെയും നിറഞ്ഞവനായ പിതാവാം ദൈവമേ, അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനും അവിടുത്തെ വചനം ശ്രമിക്കുവാനും ഈ പരിശുദ്ധാലയത്തിൽ ഞങ്ങളെ കൂട്ടിപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. അല്പസമയം അവിടുത്തെ വചനം ശ്രമിക്കുവാൻ ഞങ്ങൾ തിരുപാദപീഠത്തിൽ വിനയപ്പെടുമ്പോൾ വചനത്തിന്റെ ദൈവമേ ഞങ്ങളോട് സംസാരിക്കണമേ. ഈ ദിനങ്ങളിൽ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന അവധിയച്ഛനെ കുടുംബമായി അനുഗ്രഹിക്കണമേ. വൈദിക പഠനത്തിനായിരിക്കുന്ന അഖിൽ സുവിശേഷകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ശക്തീകരിക്കണമേ. ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന ദൈവജനത്തോട് ദൈവം സംസാരിക്കണമേ. ദൈവമേ, അവിടുത്തെ അനന്തമായ സ്നേഹത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നു. ഈ ദിനത്തിൽ ഞങ്ങളോട് കൂടെ ഇരിക്കണം, ഞങ്ങളോട് സംസാരിക്കണമേ. മശിഹായിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സഭയ്ക്ക് ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഇടവകയുടെ അധ്യക്ഷൻ അച്ഛൻ അവരുടെ കുടുംബാംഗങ്ങളെ, ഈ മനോഹരമായ ആരാധനയിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയ സ്നേഹിതനും വൈദിക വിദ്യാർത്ഥിയുമായിരിക്കുന്ന അഖിൽ സുവിശേഷകർ, ഈ ഇടവകയ്ക്ക് പ്രാർത്ഥനാപൂർവ്വം നേതൃത്വം നൽകുന്ന ഇടവക കമ്മിറ്റി അംഗങ്ങളെ, അതുപോലെ ഈ ഇടവകയിൽ മിഷന്റെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന ആൽഫ്രഡ് കുട്ടി സാറുകളെ, സ്നേഹ സമ്പൂർണരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, മനോഹരമായ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പേരിലെ പ്രിയ അംഗങ്ങളെ, സ്നേഹനിധികളായ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹത്തിന്റെ പൂർവ്വകൈകൾ. ചില ദിനങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടെ ഈ ആലയത്തിൽ വരുവാനും നിങ്ങളെ കാണുവാനും മിഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പങ്കിടുവാനും വചനം സംസാരിക്കുവാനും ദൈവം നൽകിയിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയും ഇത്തരത്തിലൊരു അവസരം നൽകിയ നിർബന്ധിതനായിട്ടുള്ള അച്ഛനോടും ഈ ഇടവകയിലെ കമ്മിറ്റി അംഗങ്ങളോടുമുള്ള കൃത്യമായിട്ടുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ദിനത്തിൽ അച്ഛൻ പ്രാർത്ഥനയിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഒരു പ്രതിനിധിയായി കമലാപുരം മിഷനിൽ ശുശ്രൂഷ ചെയ്യുന്നതിൽ വളരെ അഭിമാനവും വളരെ സന്തോഷവുമുണ്ട്. കഴിഞ്ഞ ദീർഘ നാളുകളായി നിങ്ങൾ നൽകി വരുന്ന പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾക്കും കൃത്യമായിട്ടുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. ഞാൻ പലതവണ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബ്രീഫായിട്ടുള്ള ഒരു മിഷന്റെ സൂചനയാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ കമലാപുരം മിഷനിലെ രാജിപ്പേട്ട എന്ന സബ് സെന്ററിലാണ് ഈ ദിനങ്ങളിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെ 5ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളും ഒരു മനോഹരമായിട്ടുള്ള ആലയവും വളരെ ക്രമീകൃതമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷം അവിടെ ഒരു ചെറിയ ഒരു സ്കൂൾ ബിൽഡിംഗ് പണിയുവാനായിട്ട് കഴിഞ്ഞു. ഒരു 20 അടി നീളവും 18 അടി വീതിയുമുള്ള ഒരു സ്കൂൾ മുറി പണി ചെയ്ത് അതിന്റെ ഏകദേശമുള്ള പണികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഞാനിപ്പോൾ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പുതിയ അധ്യയന വർഷം സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. ആ ഒരു സ്കൂളിന്റെ പണി ഏകദേശം പൂർത്തിയായി. പുറമേയുള്ള പ്ലാസ്റ്റിക് പണികൾ ശേഷിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ വളരെ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മിഷൻ ശുശ്രൂഷകളൊക്കെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു അഖിൽ സുവിശേഷകരൊക്കെ ഏകദേശം 3 വർഷക്കാലം നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്തവരാണ്. അവിടെ വലിയ ഒരു വെല്ലുവിളിയാണ്. അത്തരത്തിൽ നിന്നൊരു വലിയ വെല്ലുവിളി ഇല്ലെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ശുശ്രൂഷകൾ നടക്കുന്നത്. പ്രത്യേകിച്ച് നിർധനരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അവിടെ പഠിക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല വസ്ത്രമില്ലാത്ത, നല്ല ഭക്ഷണം കഴിക്കുവാൻ സാഹചര്യമില്ലാത്ത, വളരെ താഴ്ന്ന നിലവാരം പുലർത്തുന്ന ഒരു ജീവിത ചുറ്റുപാടിലാണ് നമ്മുടെ ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ച ഒരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രധാന വരുമാന മാർഗമായിട്ട് ആളുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പന്നി വളർത്തലാണ്. ഞാൻ അന്ന് സൂചിപ്പിച്ചു, നമ്മുടെ ക്യാമ്പസിന് ചുറ്റും കൂട്ടമായി പന്നികളുള്ള ഒരു പ്രദേശത്താണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്. വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു ചുറ്റുപാട്, നല്ല കെട്ടുറപ്പുള്ള ബിൽഡിംഗ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ, കെട്ടുറപ്പുള്ള ഒരു ആലയമില്ലാത്ത ഒരു സിറ്റുവേഷൻ. നിങ്ങൾ ഇതെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഈ ഇടവകയിൽ മിഷന്റെ
ശക്തി എന്ന് പറയുന്നത്. അതുപോലെ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഈ ആലയം എന്ന് പറയുന്നത് ഒരു മാതൃഭവനത്തിലേക്ക് വരുന്ന ഒരു പ്രതീതിയാണ്. അത്തരത്തിൽ നിങ്ങളുടെ സഹകരണങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് അതിലുപരിയായി അച്ഛന്റെ പരിപോഷണത്തിനായി ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു മിഷൻ വളരണമെന്നുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം കയറ്റുകയാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു ആലയം ജീവിച്ചിരിക്കുകയാണ്. അത് പുതുക്കി പണിയേണ്ടതായിട്ടുണ്ട്. ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സഭകളിലേക്ക് വരുന്ന വിശ്വാസികൾ ക്രമമായിട്ട് ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് രോഗികളായിട്ടുള്ള വ്യക്തികളുണ്ട്. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യം ലഭിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും അവർ പിന്മാറ്റത്തിന്റെ അനുഭവങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശക്തമായ പ്രാർത്ഥന അനിവാര്യമായിരിക്കുന്നു. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ, വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ മിഷന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ വിനയത്തോടുകൂടെ നിങ്ങളോട് അറിയിക്കുകയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരും നല്ല ചെയറിലോ അല്ലെങ്കിൽ നല്ല ബെഞ്ചിലോ ഇരുന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കുവാനായിട്ട് നല്ല ബെഞ്ചോ ചെയറോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വർഷം എൻ്റെ കുഞ്ഞ് ഇരുന്ന് പഠിക്കുമ്പോൾ മിഷൻ പ്രദേശങ്ങളിലുള്ള ഒരു കുഞ്ഞ് ഇരുന്ന് പഠിക്കട്ടെ എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടെ അവിടെ ചെയർസോ ബെഞ്ചോ ഒക്കെ വാങ്ങി നൽകുവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം ഇന്നും ഇരുന്ന് പഠിക്കുന്ന ഒരു നല്ല പള്ളിക്കൂടം എന്നത് സ്വപ്നം കാണുന്ന കുഞ്ഞുങ്ങൾക്ക് പഠനത്തിന് കൈത്താങ്ങാകുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ അത് ധന്യമാണ്. ഇത് ഒരു കാതലായ സുവിശേഷമാണ്. നമ്മൾ ഈ വചനം എന്ന് പറയുന്നത് അത് ഇങ്ങനെ പറഞ്ഞ് പോവുകയല്ല. അത് കർമ്മപദത്തിലേക്ക് എത്തണം. അത് പ്രവൃത്തിയായിട്ട് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് നമ്മളെ പഠിപ്പിച്ച സുവിശേഷം എന്ന് പറയുന്നത് അതാണ്. പ്രവൃത്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സുവിശേഷം. നമ്മൾ യേശു കർത്താവിനെ ഒരു മോഡലായിട്ട് സ്വീകരിക്കുമ്പോൾ അതില് വെറും വചന പ്രഘോഷണം മാത്രമല്ല, കർമ്മത്തിന് പ്രവൃത്തിക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെ ശ്രേഷ്ഠകരമായിട്ട് ഈ നാളുകളിൽ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കൈത്താങ്ങായി മാറിയാൽ അത് വളരെ അനുഗ്രഹമായിരിക്കും. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടെ നിങ്ങളെ കുടുംബമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുക. മിഷന്റെ പ്രവർത്തനങ്ങൾ ഇതിലും ശക്തമായിട്ട് ചെയ്യുവാനായിട്ട് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ വിനയത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ദക്ഷിണേന്ത്യ സഭ ഒരുമിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വിഷയം പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ് എന്നാണ്. വെയിറ്റിംഗ് അപ്പോൺ ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലയാവർത്തി ഉരുവിട്ട ഒരു പദമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള പദം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും അകന്നിരിക്കുവാനായിട്ട് കഴിയുകയില്ല. അത് ആ ഒരു ദൈവിക അംശം നമ്മെ അനുദിനം നടത്തുന്ന ഒരു ആളത്വമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനായിട്ടുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് വളരെ നമ്മുടെ മനുഷ്യ മനസ്സുകൾക്ക് വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു വസ്തുതയാണ്. നമ്മൾ പലർക്കും വേണ്ടി കാത്തിരിക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ എന്നോട് ഇടപെടണമേ, പരിശുദ്ധാത്മാവേ എന്റെ ഉള്ളിലേക്ക് വന്ന് വസിക്കണമേ എന്നുള്ള പ്രാർത്ഥനകളൊക്കെ അത് ഒരു സ്വർഗീയമായ അനുഭവം നൽകുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാര്യസ്ഥനാണ്. നമ്മൾ പല പ്രസംഗങ്ങളിലും കേട്ട ഒരു വാക്കാണ് കാര്യസ്ഥൻ എന്നുള്ളത്. പഴയ നിയമഭാഗത്ത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവിടെ നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് എന്നുള്ള പരിഭാഷയിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പഴയ നിയമഭാഗങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യഹോവയെന്നോ ദൈവമെന്നോ എന്നുള്ള പദങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് എന്നുള്ള സാന്നിധ്യം ഉള്ളടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. പഴയ നിയമഭാഗങ്ങളിൽ എവിടെയൊക്കെ നമ്മൾ ദൈവം എന്നുള്ള പദം പ്രയോഗിക്കുന്നുവോ അതിലെ പരിശുദ്ധാത്മാവ് എന്നുള്ള
ഒരു പരമമായിട്ടുള്ള സത്യം ഉള്ളടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ സൃഷ്ടി പ്രക്രിയയിൽ വളരെ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ള തിരുവഴുത്താണ് ഉൽപ്പത്തി ലേഖകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് ഒരു കാര്യവും വിജയകരമായി ചെയ്യുവാനായിട്ട് കഴിയില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ട്. ഞാൻ വീണു, പക്ഷെ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്കറിയില്ല. പ്രിയമുള്ളവരെ, ഇത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ്. ഞാൻ പരീക്ഷ എഴുതി ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അറിവുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എങ്ങനെ മാർക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അറിയാതെ താങ്ങുന്ന ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഉണ്ട്. ഇത് പരിശുദ്ധാത്മാവാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഞാനൊരു സ്ഥലത്ത് അകപ്പെട്ടു പോയി, പക്ഷെ അവിടെ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ദൈവം എന്നെ താങ്ങി. ഇത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിനായിട്ടുള്ള കാത്തിരിപ്പ്, പരിശുദ്ധാത്മാവിനായിട്ടുള്ള ഒരുക്കം നമുക്ക് അനിവാര്യമായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 28-ാമത്തെ വാക്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്. അവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിനക്ക് അറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അതിരുകളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവന്റെ ബുദ്ധി അപ്രമേയമാത്രേ. ഇവിടെ പ്രവാചകൻ മുകളിലത്തെ ഭാഗത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, യാക്കോബിനോട് പറയുകയാണ് ദൈവത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ. ദൈവം എന്ന് പറയുന്ന പർവ്വതമായിരിക്കുന്ന ദൈവം ആരാണ്? അവൻ നിത്യനായ ദൈവമാണ്. ഞാൻ പറഞ്ഞു, പഴയ നിയമ ഭാഗങ്ങളിലെല്ലാം ദൈവമെന്ന് പ്രയോഗിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് ചേർത്ത് വേണം നമ്മൾ വായിക്കാൻ. നമ്മുടെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം മഹോന്നതനായ ദൈവം, അവൻ നിത്യനായ ദൈവം എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ലോകത്തിൽ പറയാറുണ്ട് അധികാരമുള്ളവരെന്ന്, അല്ലെങ്കിൽ ഉന്നതങ്ങളിലുള്ളവരെന്ന്. എന്നാൽ ഇവിടെ പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇവൻ നിത്യനായ ദൈവം എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആരാധിക്കുന്ന ദൈവം നിത്യനായ ദൈവമാണ്. ഇതിന്റെ അപ്പുറമായി ഒന്നുമില്ല. നിത്യനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ ദൈവം ക്ഷീണിക്കുന്നില്ല എന്ന് പ്രവാചകൻ പറയുകയാണ്. ക്ഷീണിച്ച് തളർന്ന ഒരു സമൂഹത്തിന് വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്ന വാക്കുകളാണ് പ്രവാചകൻ പറയുന്നത്. ക്ഷീണിക്കാത്ത ദൈവം, തളർന്നു പോകാത്ത ദൈവം. ഞാനും നിങ്ങളും ഈ ലോക ജീവിത യാത്രയിൽ തളർന്നും ക്ഷീണിച്ചിരിക്കുമ്പോൾ തളരാത്ത ഒരു ദൈവത്തെ പ്രവാചകൻ പരിചയപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇനി എങ്ങനെയാണ് എന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്ര? ഈ തളർന്ന അനുഭവത്തിൽ എന്നെ ആരാണ് കരം പിടിച്ചു ചേർക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് പ്രവാചകൻ പറയുന്നത്. തളർന്നു പോകാത്ത ദൈവം, ക്ഷീണിക്കാത്ത ദൈവം. പ്രിയമുള്ളവരെ, മറ്റൊരു മത സംഹിതകളിലും കാണാത്ത ഒരു ദൈവിക പ്രമേയമാണ് പ്രവാചകൻ അവതരിപ്പിക്കുന്നത്. നമ്മൾ ഈ ക്രൂശിലേക്ക് യേശുവിനെ നോക്കുമ്പോൾ, ക്രൂശിലെ യേശുവിനെ നോക്കുമ്പോൾ തളർന്ന ഒരു യേശുവിനെയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരണം, എന്റെ തളർച്ചകളൊന്നും ഒരു തളർച്ചയല്ല, എനിക്ക് വേണ്ടി ക്ഷീണിതനായ യേശുവിനെ ഞാൻ കാണുന്നത്. പ്രിയമുള്ളവരെ, എന്റെ ക്ഷീണമകറ്റാൻ പ്രാപ്തനായ യേശു. അതിന്റെ മറ്റൊരു അവതരണമാണെന്ന് പ്രവാചകൻ പറയുന്നത്. ക്ഷീണിക്കാത്ത യേശു, അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകാത്ത ദൈവം, തളർന്നു പോകാത്ത ദൈവം, നിത്യനായ ദൈവമെന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ ക്ഷീണിക്കാത്ത, തളരാത്ത ഒരു ജീവിതത്തിന് ഉടമയായി തീരുമെന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ യാത്രയിൽ, തളർന്നു പോകുന്ന അനുഭവങ്ങളിൽ നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നടത്താൻ പ്രാപ്തനായ ഒരു ദൈവത്തെ പ്രവാചകൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. 29-ാമത്തെ വാക്യം: അവൻ ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരൻ ഇടരവിലും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ചേരും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും എന്നാണ് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ,
നമുക്ക് വളരെ ശക്തി പ്രദാനം ചെയ്യുന്ന ഒരു വാക്കാണ്. ബലമില്ലാത്തവൻ ബലമായി മാറുകയാണ് ദൈവം. നമ്മൾ സാധാരണ ബലവാന്മാരെന്നും സ്വന്തമായിട്ട് നമ്മൾ ക്ലെയിം ചെയ്യാറുണ്ട്, ഞാൻ ബലശാലിയാണ്. എന്നാൽ ഇവിടെ പ്രവാചകൻ പറയുന്നത് ബലമില്ലാത്ത ഒരു സമൂഹമാണ് നമ്മൾ. വളരെ ലളിതമായ ഭാഷയിലാണ് പ്രവാചകൻ പറയുന്നത്, ബലമില്ലാത്തവന് ബലം, ക്ഷീണിച്ചവനെ ആശ്വാസമായ ദൈവത്തെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നു. ഈ ഒരു ദൈവമെന്നുള്ള ഈ ഒരു പദത്തിൽ പരിശുദ്ധാത്മാവ് ഉള്ളടങ്ങിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എങ്ങനെയാണ് ബലമില്ലാതിരിക്കുന്ന എന്നെ ദൈവം ബലപ്പെടുത്തുന്നത്? അനുദിന ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചറിയുന്ന ദൈവിക സാന്നിധ്യം. നിങ്ങൾ കല്ലിൽ തട്ടി വീണ് കഴിയുമ്പോൾ നിങ്ങളെ സംരക്ഷിച്ച ദൈവം പക്ഷേ വീണേക്കാം, പക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായി കരുതുന്ന ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയും. ഇവിടെ പ്രവാചകൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഈ സമൂഹത്തിലെ കൂടുതൽ ബലശാലികൾ എന്ന് പറയുന്നത് യൗവനക്കാരെയാണ്. പ്രവാചകൻ പറയുന്നു, യൗവനക്കാർ പോലും ഇടറി വീഴും, പക്ഷേ യഹോവയെ കാത്തിരിക്കുന്നവർ. ഇന്നത്തെ പ്രമേയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുക എന്നതാണ്. ഇവിടെ പ്രവാചകൻ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, വെള്ളത്തിന്റെ കുമിള പോലെ നൈമിഷികമായ ഒരു ജീവിതമാണ്. ഇവിടെ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ, പരിശുദ്ധാത്മാവിന് വേണ്ടി കീഴ്പ്പെടുവാൻ നമ്മുടെ ഈ നൈമിഷികമായ ജീവിതത്തിൽ നമുക്ക് കഴിയണമെന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നത്? പ്രതീക്ഷയോടുകൂടെ എന്റെ താഴ്ചകളാണ് അകന്നു മാറണം, എന്റെ ബലഹീനതകൾ മാറണം. ഞാനൊരു ബലശാലിയല്ല, എന്റെ ബലഹീനതകളെ മാറ്റുന്ന ഒരു ദൈവം, ഞാൻ തളർന്നു പോകുമ്പോൾ എന്നെ താങ്ങുന്ന ദൈവമാണ് എന്ന് വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഈ യാത്ര എന്ന് പറയുന്നത് ആർക്കും ബലമുണ്ടെന്ന് ക്ലെയിം ചെയ്യുവാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകൾ നോക്കിയാൽ ബലശാലികളായ ആളുകൾ ചില ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ എത്ര ആരോഗ്യമുള്ള ആളായിരുന്നു, പക്ഷെ പാവം അത് ആരുടെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, ബലമുണ്ടെന്ന് ക്ലെയിം ചെയ്യുവാൻ കഴിയാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രവാചകൻ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിക്കുകയും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്നതാണ്. രണ്ടാമതായി, പരിശുദ്ധാത്മാവിനായിട്ടുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് സാക്ഷികളാകാനായിട്ടുള്ള ഒരു സമർപ്പണമാണ്. ഇന്ന് നാം ശ്രമിച്ച അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവിന്റെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് അത് സാക്ഷികളാകാനായിട്ടുള്ള ഒരു ക്ഷണമാണ്. 1-ാം അധ്യായം 8-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇവിടെ പരിശുദ്ധാത്മാവ് ശക്തി വരുമെന്ന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ചിന്ത, പരിശുദ്ധാത്മാവ് അത് സാക്ഷികളാകാനായിട്ടുള്ള ഒരു വിളിയാണ്. നമ്മൾ സാക്ഷി എന്ന പദം എന്തിനാണ് ഉപയോഗിക്കുന്നത്? സാധാരണ നമ്മൾ ദൈവത്തിന്റെ സാക്ഷികൾ എന്ന് പറയുന്നത് ദൈവത്തെ കണ്ടവരാണ്. സാക്ഷി എന്ന് പറയുന്നത് ഒരുപാട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വൻകാര്യങ്ങൾ പ്രസ്താവിക്കാൻ കഴിവുള്ളവരാണ്. നമ്മൾ സാധാരണ ചെറിയ ആരാധനകളൊക്കെ നമ്മുടെ സാക്ഷ്യം പറയാറുണ്ട്. അത് ദൈവം നമുക്ക് ചെയ്ത വൻകാര്യങ്ങൾ നമ്മൾ പ്രസ്താവിക്കുന്നതാണ് സാക്ഷ്യം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനായിട്ടുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് ലോകം മുഴുവനും ഉള്ള ജനത ദൈവത്തിന്റെ സാക്ഷികളാകാനായിട്ടുള്ള ഒരു വിളിയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സാക്ഷികളായി മാറുമെന്നുള്ളതാണ്. നമ്മൾ ദൈവമക്കൾ എന്ന് പറയുന്നതിന് തത്തുല്യമായ ഒരു പദം കൂടെയാണ് ദൈവത്തിന്റെ സാക്ഷികൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ശക്തി ലഭിക്കുന്നു, പ്രതിസന്ധിയുള്ള ഇടങ്ങളിലാണ് സാക്ഷികളാകുന്നത്. നമുക്കറിയാം, നമ്മൾ വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ യെരൂശലേം, യഹൂദ, ശമര്യ പട്ടണങ്ങളെല്ലാം പ്രതിസന്ധിയുള്ള ഇടങ്ങളാണ്. നമ്മുടെ മിഷൻ പ്രദേശം എന്ന് പറയുന്നത്
അവിടെ നമ്മൾ സാക്ഷികളാകാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അവിടെ അടിവരയിട്ട് ഈ 3 പ്രദേശങ്ങളെ കുറിച്ച് പറഞ്ഞത്. മാത്രമല്ല, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം ദൈവത്തിന്റെ സാക്ഷികളാകാനായിട്ട് പോകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയും, നമ്മൾ ചെറിയ ആലയത്തിന്റെ കീഴിൽ ഈ ആലയത്തിന്റെ തടങ്ങളിൽ ആരാധിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിലുള്ള ദൈവ സാക്ഷികളുടെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സാക്ഷികളുടെ ഒരു ചെറിയ സമൂഹമാണ് ഞാൻ. നമ്മൾ ചെറിയ മനുഷ്യരല്ല, നമ്മൾ ദൈവത്തിന്റെ സാക്ഷികളാണ്. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരുമാണ്. നമ്മൾ ദൈവത്തിന്റെ സാക്ഷികളാണ്. അവസാനമായി പരിശുദ്ധാത്മാവിനായിട്ടുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവ് ലഭിക്കുന്നതിനുള്ള കാത്തിരിപ്പാണ്. പരിശുദ്ധാത്മാവിനായിട്ടുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവ് ലഭിക്കുന്നതിനുള്ള കാത്തിരിപ്പാണ്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 45-ാമത്തെ വാക്യം. ലൂക്കോസ് സുവിശേഷം 24-ാമത്തെ അധ്യായം 45-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. തിരുവെഴുത്ത് ദിവസവും വായിക്കുന്നു, പക്ഷെ ഇവിടെ ചെറിയൊരു കാര്യം സ്പഷ്ടമായിട്ട് പറയുന്നു: അവരുടെ ബുദ്ധിയെ തുറന്നു. ഇന്നലകളിൽ ജീവിച്ച ഒരു മനുഷ്യനല്ല ഇന്ന്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മിൽ മറഞ്ഞിരുന്ന ബുദ്ധിയെ തുറക്കുന്ന ഒരു ദൈവം. ഇന്നലെ ജീവിച്ചതുപോലെയല്ല ഇന്ന് ജീവിക്കേണ്ടത് എന്ന ഒരു ബോധ്യം, ഇന്നലെ ചെയ്ത ചില കാര്യങ്ങൾ തെറ്റാണെന്ന ബോധ്യം, ചില തിരിച്ചറിവുകൾ നൽകുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നലകളിൽ നടന്ന വഴികളിൽ നിന്ന് അല്പം വേറിട്ട് നടക്കണം എന്ന ബോധ്യം, ഇന്നലെ കഴിച്ച പാനീയങ്ങൾ ഇനി കഴിക്കരുത് എന്നുള്ള ചില ബോധ്യം. പ്രിയമുള്ളവരെ, തിരിച്ചറിവ് നൽകുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനായിട്ടുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു സ്വർഗീയമായ അനുഭവമാണ്. പരിശുദ്ധാത്മാവ് പ്രാപിക്കുക എന്നത് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു ദിവ്യമായ അനുഭവമാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ബുദ്ധിയെ തുറക്കുകയും, നമുക്ക് ബുദ്ധിയില്ല എന്നുള്ളതല്ല, പക്ഷെ ഇന്നലെ വരെ ജീവിച്ച ജീവിതങ്ങളിൽ നിന്നുള്ള ഒരു ഡീവിയേഷൻ ഇവിടെ സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു തിരിച്ചറിവിന്റെ ഒരു അനുഭവം, സവിശേഷമായത് എന്തോ നമ്മിലേക്ക് വരുന്ന ഒരു അനുഭവം. തിരിച്ചറിവുണ്ടായി. തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ മിഷൻ പ്രവർത്തനങ്ങളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞങ്ങളുടെ സഭയുടെ അരികിൽ ഒരു വീടുണ്ട്. അവർ അക്കരത്തവരാണ്. അവർക്ക് ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞു. ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവർ ഭവനത്തിലേക്ക് വന്ന ദിവസം ഞാൻ താമസിക്കുന്ന റൂമിലേക്ക് വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ 1-2 ആഴ്ചകളിൽ അവരുടെ വീട്ടിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സർജറി എന്ന് പറയുന്നത് ആ ഒരു സർജറിയുടെ പാട് ഇവിടെ മുതൽ ഇങ്ങനെ ഉണ്ട്. ഒരു ഓപ്പൺ സർജറി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവരിപ്പോ ഈ ഒരു 2 വർഷക്കാലം തുടർന്ന് ജീവിച്ചു. ഇപ്പോ ഒരു 1.5 മാസത്തിന് മുമ്പ് അവർ മരണപ്പെട്ടു. പക്ഷെ അവർക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആലയത്തിൽ വരികയില്ലെങ്കിലും അവരുടെ ഭവനത്തിൽ പോയി ഞാൻ പ്രാർത്ഥിക്കുകയും അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അവർ എന്നോട് ഒരു ബൈബിൾ ചോദിച്ചു. ഞാൻ അവർക്ക് ബൈബിളൊക്കെ കൊടുത്തു. ഞാൻ ആ ഭവനത്തിലേക്ക് പോകുമ്പോൾ അവർ ഈ ബൈബിൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരു അനുഭവം എന്റെ കണ്ണുകൾ നിറയുമായിരുന്നു. കാരണം അവിടെ ഒരു അക്രൈസ്തവമായ അന്തരീക്ഷമാണുള്ളത്. പക്ഷേ എങ്കിലും അവർക്ക് ദൈവത്തെ വിശ്വസിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ട്. ഒരുപക്ഷെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം ആ പള്ളിയിലേക്ക് വരുവാൻ കഴിയാത്തത്. ഞാൻ പറഞ്ഞു വന്നത്, ചില ഇടങ്ങളിൽ പുറം ചട്ടകൾ മാറിയില്ലെങ്കിൽ പോലും ദൈവത്തെ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ചില അനുഭവങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ചർച്ചിലെ ക്രിസ്ത്യാനിറ്റി, ഞാൻ കുറച്ച് ഒരു ഡൈവേർട്ട് ചെയ്ത് പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, ഞാനൊരു തോട്ട് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാനാണ്. നമ്മൾ ഒരുപക്ഷെ ചർച്ചിൽ വരാത്തവരെ പോലും പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. വീട്ടിന്റെ ഉള്ളിൽ ആലയമായി രൂപാന്തരപ്പെടുത്തി അവിടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. എങ്ങനെയാണ് ഭൂലോകം മുഴുവൻ യേശുവിനെ അറിയുന്നത്? ഒരുപാട് വ്യക്തികൾ തങ്ങളുടെ തൊഴിലിടങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരുണ്ട്. ഒരുപാട് വ്യക്തികൾ നമ്മൾ അറിയാതെ യേശുവിനെ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അതുകൊണ്ടാണ്
പരിശുദ്ധാത്മാവേ എന്റെ ഉള്ളിലേക്ക് വരണം, എനിക്ക് ഒരു തിരിച്ചറിവ് നൽകണം, എനിക്ക് അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന്റെ സാക്ഷിയാകാനുള്ള ഒരു അവസരം എനിക്ക് തരണം. പഴയ നിയമഭാഗത്ത് നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ അങ്ങ് നിത്യനായ ദൈവമാണ്, എന്റെ ക്ഷീണമാകുന്ന ദൈവമാണ്, ഞാൻ തളർന്നു പോകുമ്പോൾ എന്നെ കരം പിടിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ രാപ്പകലില്ലാതെ ആരാധിച്ചുകൊണ്ട് ഒരു ആരാധന സമൂഹമായി, ഒരു സമർപ്പിത സമൂഹമായി വളരുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ ബലഹീനതകളെ പൊറുക്കുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ശക്തിയായിരിക്കും, നമ്മുടെ തളർച്ചകളിൽ ദൈവം താങ്ങായി കൂടെയുണ്ടാകും. പ്രത്യേകിച്ച് ഇന്ന് ഈ ആരാധനയിൽ പ്രാർത്ഥനയോടെ പങ്കുചേർന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ ദൈവകൃപ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്ന ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.